അപ്പം നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സോ ചാപ്റ്റർ നെയിം ഈസ്, ഞാൻ നിങ്ങളോട് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ചാപ്റ്റർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഇലക്ട്രോ, ആ പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി, റൈറ്റ്? ആൻഡ് ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രോലൈസിസ്. അപ്പോൾ ഇലക്ട്രോലൈസിസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ലൈസിസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് മീനിങ് ആണ്. അത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് യഥാർത്ഥത്തിൽ കിട്ടും. അതാണ് ഫസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടി. എന്താണ് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞത്? നമുക്ക് ഇൻ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഈ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നതിൽ ഏതോ ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്നും ഡാഷ് ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലൈസിസ്. ഇനി ഏത് എനർജിയിൽ നിന്നും ഏത് എനർജിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ പറയാം? ഏത് എനർജിയിൽ നിന്ന് ഏത് എനർജിയിലോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും, അതായത് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും എന്ത് എനർജിയിലോട്ട് മാറ്റുന്നു? കെമിക്കൽ എനർജിയിലേക്ക് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇനി എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമുക്കറിയാം വാട്ടർ H2O. ഈ H2Oനെ തിരിച്ച് നമുക്ക് H2+O2 ആക്കി മാറ്റാനായിട്ട് ഈസി ആയിട്ട് പറ്റുമോ? ഈസി ആയിട്ട് നമുക്ക് പറ്റത്തില്ല. H2നെയും O2നെയും തിരിച്ച് നമുക്ക് വാട്ടറിൽ നിന്നും H2O2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലൈക്ക് സ്ട്രെയിറ്റ് അവേ പറ്റില്ല. അത് കുറച്ചും കൂടെ ഹാർഡർ പ്രോസസ്സാണ്. സോ അങ്ങനെ ഈ വാട്ടറിൽ നിന്നും H2 ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലൈസിസ്. ദെൻ ഞാൻ പറയാം, നമുക്കറിയാം കുറേ കമ്പികൾ, നമ്മുടെ കോൺക്രീറ്റ് കമ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട് നിർമ്മിക്കാനൊക്കെ. അങ്ങനത്തെ കമ്പികൾ നമ്മൾ കുറച്ച് ദിവസം വെളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വന്ന് കോട്ട് ചെയ്യും. ആ മെറ്റീരിയൽസ് നമ്മൾ വിളിക്കുന്ന പേര് റസ്റ്റിംഗ് എന്നും, അങ്ങനെ കൊറോഷനൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. ഈ കൊറോഷൻ വരാതിരിക്കാൻ നമ്മളിങ്ങനെ മണ്ടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കോട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പറയും ഗാൽവനൈസേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ പുറത്ത് സിങ്ക് ഇസഡൻ കോട്ട് ചെയ്യുക. മെറ്റലിൻ്റെ പ്രോസസ്സ് ഇസഡൻ കോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലിനെ കൊറോഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ആളാണ് സിങ്ക്. അപ്പോൾ സിങ്ക് ആഡ് ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് സിങ്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗാൽവനൈസേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഷിപ്പിലും കാര്യങ്ങളൊക്കെ, അപ്പം ഷിപ്പൊക്കെ 24/7 വെള്ളത്തിലാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ ഈ ഷിപ്പിൻ്റെയൊക്കെ ബോട്ടം പോർഷനിൽ നിറയെ മെറ്റൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുമ്പോൾ അവർ എന്തുകൊണ്ട് കൊറോട്ടഡ് ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മെറ്റലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ നമ്മൾ വേറൊരു മെറ്റലിനെ കോട്ട് ചെയ്യും. അത് കോട്ട് ചെയ്യുമ്പോൾ എന്താ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷൻ അപ്പം സംഭവിക്കുന്ന എവിടെ ആയിരിക്കും? ഈ ഒരു നമ്മൾ പേസ്റ്റ് ചെയ്ത്, അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇതൊരു അയൺ ആണെന്ന് വിചാരിക്കും. ഈ അയണിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ വേറെ ഒരെണ്ണം കോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നത് ഈ വെളിയിലത്തെ കോട്ടിങ് ഏരിയ അല്ലേ. അപ്പോൾ കൊറോഷൻ മൊത്തം എവിടെ സംഭവിക്കുന്നത്? ഈ വെളിയിലത്തെ കോട്ടഡ് ഏരിയയിൽ മാത്രമേ നടക്കുള്ളൂ. ഒറിജിനലി ഉള്ള അയണിലോട്ട് കയറത്തില്ല. മനസ്സിലായോ? സോ അതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്നും ഇലക്ട്രോലൈസിസ് എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീപ്പറായിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് ഞാൻ ആദ്യം പറയാം. എന്താണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയാം. ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
process of bringing chemical change in compound which is in molten stage or aqueous stage by passing direct electric current through it. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇലക്ട്രിക് കറണ്ട്, മോൾട്ടൺ സ്റ്റേജ്, കെമിക്കൽ ചേഞ്ച്, ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഇലക്ട്രോലൈസിസിന്റെ ബേസിക് ഫോർമുല? പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് കെമിക്കൽ ചേഞ്ച് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലേക്ക് കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരിക. അത് എങ്ങനെ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ട സ്റ്റേറ്റ്, അത് ഏത് അവസ്ഥയിലായിരിക്കണം ഇരിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അക്വ സ്റ്റേറ്റിലായിരിക്കണം. മോൾട്ടൺ സ്റ്റേജോ അക്വ സ്റ്റേറ്റിലോ ഇരിക്കണം. ആ ഇരിക്കുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ ഒരു കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരിക. ആ കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളാരാണ്? ഇലക്ട്രിസിറ്റിയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും കെമിക്കൽ ആക്കും. അപ്പം ഏതോ ഒരു കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ആരുടെ സഹായം ചോദിക്കുന്നു? ഇലക്ട്രിക് കറണ്ടിന്റെ സഹായം ചോദിക്കുന്നു. ആ വരുന്ന ഇലക്ട്രിക് കറണ്ട് എങ്ങനെയുള്ള കറണ്ട് ആയിരിക്കും? ഡയറക്റ്റ്, അതായത് DC കറണ്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോലൈസിസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് കെമിക്കൽ ചേഞ്ചിനെ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിലേക്ക് കെമിക്കൽ ചേഞ്ചിനെ കൊണ്ടുവരാൻ പോവുക. എങ്ങനെ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ട സ്റ്റേറ്റ്? ഒന്നില്ലേ മോൾട്ടൺ സ്റ്റേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റ് ആയിരിക്കണം. അതിലോട്ട് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു? ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC കറണ്ടിനെ പാസ് ചെയ്യുന്നു. അങ്ങനെ നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താന്ന് പറഞ്ഞത്? ഇലക്ട്രോലൈസിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇലക്ട്രോലൈസിസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി നോൺ കണ്ടക്ടിങ്, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അതാണ് ഡെഫിനിഷൻ. ഇനി ഇലക്ട്രോലൈസിസിന്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കും? അവരുടെ സെറ്റപ്പ് എന്ന് പറയും. അതിൽ ഒരു നോൺ കണ്ടക്ടിങ് വെസൽ ഉണ്ടായിരിക്കണം, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അതിലൊരു ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്നൊക്കെ ഞാൻ പറയാം. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിലെടുക്കും. നോൺ കണ്ടക്റ്റിംഗ് വെസൽ, ഞാനൊരു എക്സാമ്പിൾ വരയ്ക്കാം. ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് വെസലാണ്, അതായത് ഇതിനുള്ളിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പം ഈ നോൺ കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടക്ട് ചെയ്യരുത്. ഇവർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വെളിയിലോട്ട് പോകും, കണ്ടക്ഷൻ പരിപാടികളൊക്കെ പുറത്തോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ്, ഒരു നോൺ കണ്ടക്റ്റിംഗ് വെസലിനെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക. മനസ്സിലായോ? ഒരു നോൺ കണ്ടക്റ്റിംഗ് വെസലിനെ നമ്മൾ ഉള്ളിൽ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്താണ് ഇലക്ട്രോലൈറ്റ്? എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ അത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ മോൾട്ടൺ ആയിരിക്കണം, മോൾട്ടൺ സ്റ്റേജിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അക്വ സ്റ്റേജിലായിരിക്കണം. സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എന്ത് ഫില്ല് ചെയ്യാം? മോൾട്ടൺ അല്ലെങ്കിൽ അക്വ സ്റ്റേറ്റിലോ സാധനത്തിനെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് മൊത്തം നമ്മൾ അങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അസ്യൂം ചെയ്യുക. ദെൻ ദ സെക്കൻഡ് വൺ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ യൂസ് ചെയ്യേണ്ട ഇലക്ട്രിസിറ്റി എങ്ങനെയുള്ളതായിരിക്കണം? ഞാൻ ഡെഫിനേഷനിലേ പറഞ്ഞു, ഡയറക്റ്റ് കറണ്ട്, DC ആണ്. എന്തുകൊണ്ടാണ് DC കറണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, DC കറണ്ട് ആണ് കെമിക്കൽ ചേഞ്ച്. DC കറണ്ട് ആണ് കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. ബട്ട് AC കറണ്ട് എന്താ ചെയ്യുന്നത്? ദേ ഡസ് നോട്ട് കോസ് കെമിക്കൽ ചേഞ്ചസ്. അതുകൊണ്ടാണ് നമ്മൾ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് DC കറണ്ട് യൂസ് ചെയ്യുന്നത്? DC കറണ്ട് ഈസ് only
capable to bring the chemical changes in the electrolysis. ഇലക്ട്രോലൈസിസിൽ കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരണം എന്നാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ DC കറണ്ട് യൂസ് ചെയ്യും. AC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, കെമിക്കൽ ചേഞ്ച് കിട്ടത്തില്ല. ചിലപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും ഇങ്ങനെ, അതായത് എന്താ, ഒരു ആളുടെ പേര് പറയും, ഇന്ന ആള് ഒരു ഇലക്ട്രോലൈസിസ് കണ്ടക്ട് ചെയ്യാൻ പോയി, ബട്ട് അയാൾ എല്ലാം ഇലക്ട്രോലൈസ് യൂസ് ചെയ്തു, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, എല്ലാം യൂസ് ചെയ്തു, കണ്ടക്ടിങ് വെസലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. അപ്പം അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈസിസ് വഴി അയാൾക്ക് കെമിക്കൽ ചേഞ്ചസുകളൊന്നും തന്നെ കിട്ടിയില്ല. ഇതിന് എന്തൊക്കെയായിരിക്കും അയാൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എന്നൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യങ്ങൾ വരാം. അപ്പോൾ അയാൾ ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നോൺ കണ്ടക്ടിങ് വെസൽ അല്ലായിരിക്കും യൂസ് ചെയ്തത്. കണ്ടക്ടിങ് വെസൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്തതെല്ലാം പുറത്തോട്ട് പോകും. ഇനി മോൾട്ടൺ സ്റ്റേജോ അക്വസ് സ്റ്റേറ്റിലോ ഉള്ള ഇലക്ട്രോലൈറ്റ് അല്ലായിരിക്കും യൂസ് ചെയ്തത്. തേർഡ് വൺ, AC കറണ്ടിനോ പകരം ദേ മേ ബി യൂസ്ഡ് DC കറണ്ടിന് പകരം AC കറണ്ട് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കൂടാതെ ഉള്ളതാണ് അടുത്ത ആൾക്കാരാണ് നമ്മുടെ എത്രയായിരുന്നു, തേർഡ് വൺ അല്ലേ, തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വൺ ആണ് ഇലക്ട്രോഡ്സ്. എന്താണ് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു മെറ്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു വയർ, മെറ്റൽ പ്ലേറ്റ് ഓർ വയർ ഓർ എ ഗ്രാഫൈറ്റ്. എന്താണ് ഈ ഗ്രാഫൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് റോഡാണ്. കറുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ എന്താണ്, ഗ്രാഫൈറ്റ് ആണ്. സോ ഇമേഴ്സ്ഡ് ഇൻ electrolytes through which current enters and leaves electrolyte. അതായത് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു വയർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ് ആയിരിക്കും. അതെപ്പോഴും ഇലക്ട്രോലൈറ്റിൽ, ഞാൻ പറഞ്ഞത് ഇത് നോൺ കണ്ടക്ടിങ് വെസൽ, ഇതിൽ നമുക്ക് എന്തൊക്കെയൊക്കെയോ സൊല്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ്സ്. ഇതിനാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡ്സ് തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ആനോഡും, സെക്കൻഡ് വൺ കാതോടും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ട് ആനോടും കാതോടും. ആനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, ഇലക്ട്രോഡ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി, ദാറ്റ് ഈസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓർത്ത് വെച്ചാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്. അതായത് ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്സ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ്. എന്താ ഞാൻ പറഞ്ഞുതരാവേ, ആദ്യം ഇത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി കാതോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും അവർ നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നായിരിക്കും വിളിക്കുക. അതെന്താ ഞാൻ അടുത്ത ഫിഗർ വരച്ച് കാണിക്കും. അതായത് ഇതാണ് നമ്മുടെ നോൺ കണ്ടക്ടിങ് വെസൽ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് മോൾട്ടൺ സ്റ്റേറ്റ് അല്ല അക്വ സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നമുക്കൊരു ഇലക്ട്രോഡ് ഉണ്ട്, അതെന്ത് ചെയ്യുന്നു, സൊല്യൂഷനെ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോഡ് രണ്ട് തരത്തിലുണ്ട്, കാതോഡും ഉണ്ട് ആനോഡും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മുടെ ആനോഡാണ് എങ്കിൽ ഇത് നമ്മുടെ കാതോഡാണ്. എല്ലാ സൊല്യൂഷനകത്തും ഒരു കാതോഡും ഒരു ആനോഡും ഉണ്ട്. അപ്പോൾ അതിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും കാതോഡ് നെഗറ്റീവ് ചാർജുകാരുമാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും കിട്ടിയെന്ന് വെച്ചാൽ, ഈ ഒരു ഇലക്ട്രോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡുമായിട്ടായിരിക്കും എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇതാണ് നെഗറ്റീവ് സൈഡ്. ഇനി നമ്മുടെ നെഗറ്റീവ്, ഇവിടെ ഒരു പോസിറ്റീവ് ചെറുതുണ്ട്, ഇതാണ് നെഗറ്റീവ്.
and this is പോസിറ്റീവ്. ഓർത്തോള, ഇത് പോസിറ്റീവ് സൈഡാണ്. അതായത് ഇങ്ങനെയാണ് ബാലറ്റ് വരിക. 1 സ്മോൾ, വലുത്, ചെറുത്, വലുത്, ചെറുത്. ഈ ചെറുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡ്, വലുതിലാണ് പോസിറ്റീവ് സൈഡ്. അത് ഓർത്തിരുന്നതാണ്, എനിക്ക് ഒന്ന് കൺഫ്യൂഷൻ. അപ്പൊ ഈ നെഗറ്റീവ് അതായത് ഈ പോസിറ്റീവിൽ നിന്നും ഈ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് എൻഡാണ് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ ആനോടെന്നും, ഇനി ഈ സെല്ലിലെ നെഗറ്റീവ് പോർഷൻ ആണ് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കാഥോഡെന്നും വിളിച്ചിരുന്നു. അത് മാത്രമേ ഒത്തിരി. ബാറ്ററിയുടെ നെഗറ്റീവ് വന്ന് ഏതിനോടാണ് കണക്ട് ചെയ്യുന്നത് അവരെ കാഥോഡെന്നും, ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് കാഥോഡിലേക്കുമാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോപ്പർ വയർ വെച്ചോ എന്തെങ്കിലും ഒരു മെറ്റൽ വയർ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഓക്കെ ആണോ? പിന്നെ കറണ്ട്, ഇനി ഇതിന്റെ വേ പറയാം. അതായത് ഇനി ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇനി സംഭവിക്കുന്നത്. when current is turned on, not out, on. If current we turn on, cation migrate towards cathode, anion migrate towards anode. എന്താണ് ഈ കാറ്റയോണും ആനയോണും? എന്താണ് ഈ കാറ്റയോണും ആനയോണും? Those ions which are present in the cathode, those ions which are present in the cathode, they are called cation. Those ions which are present in anode is called anode. അപ്പം മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇനി നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ വരച്ചു വെക്കാലോ. കാഥോഡ് അല്ല, ആനോട്, കാഥോഡ്. ഇനി ഇവരൊരു എന്താണ് സെല്ലിലോട്ട് കണക്ട് ചെയ്ത് ചെറുതാണ് നെഗറ്റീവ് ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ്. അങ്ങനെയാണ് ഇത് ആനോഡ്. അപ്പം ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. അപ്പൊ ഈ ആനോഡില് ഉള്ള അയോൺസുകളെയാണ് നമ്മൾ എന്ന് നോക്കുന്നത്. ആനോഡിലുള്ള അയോൺസിനെ ആനോണെന്നും കാഥോഡിലുള്ള അയോൺസിനെയാണ് നമ്മൾ കാറ്റയോൺസ് എന്നും വിളിക്കുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ, NaCl. NaCl വെച്ച് നമുക്ക് ഇലക്ട്രോലൈസിസ് ചെയ്യാൻ പോയി. ഇലക്ട്രോലൈസിസ് ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന മോൾട്ടൺ സ്റ്റേജിൽ എടുത്തിരിക്കുന്ന ആരെയാണ്? NaCl-നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ NaCl ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ ആകുമ്പോൾ അവർ NaCl ആയിട്ടല്ല ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ എങ്ങനെ ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്? Na+Cl-, Na+Cl-. അങ്ങനെ റാൻഡംലി Na+Cl-, Na+Cl- എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ ആരെ വെക്കുന്നു? ഒരു ആനോഡ്, ഒരു കാഥോഡ് വെച്ചു. പിന്നെ നമുക്കറിയാവുന്ന ബാറ്ററി അല്ലേ, ബാറ്ററി വെക്കും. ഇതാണ് സെറ്റപ്പ് അല്ലേ. എഗെയിൻ വരയ്ക്കുന്ന വെച്ചാൽ ഇത് വെച്ചാണ് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തത്. Na+ ആൻഡ് Cl-. നമ്മൾ പറഞ്ഞു ആനോഡ് എന്ന് പറയുന്നവർക്ക് ഏത് ചാർജാ? പോസിറ്റീവ് ചാർജ്. കാഥോഡ് എന്ന് പറയുന്നവർക്ക് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള Na+കൾ, അതായത് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെല്ലാം എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? ആനോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതായത് Na+ എന്ന് പറഞ്ഞായിപ്പോ. ഇനി Cl-കളായിട്ടുള്ളവരൊക്കെ എങ്ങോട്ടായിരിക്കും? ഈ Cl- എന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ട്രോഡ്സിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബേസിസിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിളാണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്തോട്ട് എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അത് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ
ഇങ്ങനെ റിയാക്ഷൻ നടന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ കാഥോഡ് റിയാക്ഷൻ എങ്ങനെ എഴുതും? കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കാഥോഡ് റിയാക്ഷൻ? എനിക്ക് ഞാൻ ഈ ഒരു ഡയഗ്രാം ഒന്നുകൂടെ വരയ്ക്കട്ടെ. because it is too important. ഇങ്ങനെ ബീക്കർ എന്നിട്ട് Na പ്ലസ് Cl മൈനസ് Na പ്ലസ് Cl മൈനസ്. ഇനി ഇതിനകത്തുണ്ട് ഇതിനെ നമ്മൾ ആനോടെന്നും ഇതിനെ നമ്മൾ കാഥോടെന്നും വിളിക്കുന്നു. ഈ സെറ്റപ്പിൽ വലുത് ചെറുത് ഇങ്ങനെ. ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്, അത്രയേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞേ? ഈ സെറ്റപ്പ് ഓർത്തിരിക്കണം. നെഗറ്റീവ് സൈഡിലുള്ളത് കാഥോഡ്, പോസിറ്റീവ് സൈഡിലുള്ളത് എന്താണ് അപ്പം ഇവർക്ക് പൊതുവെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞത് മാറിപ്പോയി. മാറിപ്പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നതും ഇലക്ട്രോലിറ്റിക് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഏകദേശം സിമിലർ ആണ്. അതിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് കെമിക്കലിലേക്കും, മറ്റത് ഇപ്പം നമ്മൾ പഠിച്ചത് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റിയിൽ നിന്നും കെമിക്കൽ എനർജി ഉണ്ടാക്കുന്നു. മറ്റേ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുക. അപ്പം രണ്ടിനും ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഈ കാറ്റയോൺ ആനയോണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആവും. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, Na പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലോട്ടേ പോകത്തുള്ളൂ, Cl മൈനസ് നെഗറ്റീവിലോട്ട്. അങ്ങനെയല്ല, ഇലക്ട്രോലൈസിസിൽ Na പ്ലസ്സുകൾ, അതായത് പോസിറ്റീവ് സൈൻ ഉള്ളവരെല്ലാവരും എന്താണ്, അവരുടെ ഓപ്പോസിറ്റ് പോളിലോട്ടായിരിക്കും അട്രോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നെഗറ്റീവ് അല്ലേ, അപ്പം പോസിറ്റീവ് Na ഒക്കെ ഇവിടെ വരും. Cl മൈനസ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ അവർ പോസിറ്റീവ് സൈഡിലോട്ടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ ആണ്. സോ അതിൻ്റെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. അതിന് മുന്നോടിയായിട്ട് അത് എഴുതുന്നതിന് മുന്നേ നമുക്ക് ആനോഡ് റിയാക്ഷൻ എഴുതണം. കാഥോഡ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത്? കാഥോഡിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാകുക? കാഥോഡ് ഏതാ? ഇതാണ് നമ്മുടെ കാഥോഡ് അല്ലേ? ഇതിൻ്റെ അകത്തോട്ട് ആരാ വരുന്നത്? Na വരുന്നത്. Na അല്ലേ? Na പ്ലസ് ആയിട്ടാണ് സൊല്യൂഷനിൽ കിടക്കുന്നത്. ആ Na പ്ലസ് ഇവിടെ വന്നിട്ട്, അതായത് നമ്മുടെ ഇലക്ട്രോണിലുള്ള ഇലക്ട്രോൺസുകൾ സ്വീകരിച്ച് എന്തായി മാറും? Na ആറ്റമായിട്ട് മാറും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് കാഥോഡിൻ്റെ റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസുകളെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആനോഡിലോട്ട് ആരാ പോകുന്നത്? Cl മൈനസ് പോകുന്നു. അതായത് ഇവർ എക്സസ്സാണ്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു? ഇവരിൽ നിന്ന് ഇലക്ട്രോൺസുകളെ നമുക്ക് കളയണം. അവർ Cl പ്ലസ് ഇലക്ട്രോൺസുകളാക്കി മാറ്റും. അതായത് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഏത് ഫോമിലായിരിക്കണം? കാറ്റയോൺ ആനയോൺ ഫോമിലല്ലാതെ അവർ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഫോമിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് കാഥോഡിൽ നിന്ന് Na പ്ലസ്, അതായത് വെള്ളത്തിലല്ല ഇലക്ട്രോലൈറ്റിൽ Na പ്ലസ് ആയിട്ടാണ്. ആ Na പ്ലസിൻ്റെ കൂടെ ഇലക്ട്രോൺസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയമായിട്ട് കിട്ടും. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. അങ്ങോട്ടത്തേക്ക് ആരാ പോകുന്നത്? Cl മൈനസ് നോട്ട് Cl മൈനസ് അയോൺ ആകുന്നത്. അപ്പം നമുക്കവരെ അയോണിൽ നിന്ന് എന്തിലോട്ട് മാറ്റണം? ആറ്റം ഫോമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മോളിക്യൂൾ ഫോമിലേക്ക് മാറ്റണം. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ മാറ്റിക്കഴിഞ്ഞാൽ ആരെ കിട്ടും നമുക്ക്? Cl മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Clന്റെ കോൺഫിഗറേഷൻ 17ആണ്. Cl മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായി? 18ആയി. ഈ 18ൽ നിന്ന് 1 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? Cl 17 കിട്ടത്തില്ലേ? അതാണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്?